ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഷഹാന ബൽക്കിസ് ഉബൈദ് എഴുതിയ പാവക്കൂത്തുമായിട്ടാണ്. മാൻകൈൻഡാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 348 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഷഹാന ബൽക്കിസ് ഉബൈദ് എഴുതിയ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയ കുറേ ആശയങ്ങളുണ്ട്, അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ചിന്തിപ്പിച്ച കാര്യങ്ങളുണ്ട്. ചിന്തിപ്പിക്കാനൊന്നുമില്ല, നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും അതിനൊരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ പറയാം. അതായത് മതവും മതവിശ്വാസവും അല്ലെങ്കിൽ മതേതരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്നതാണ്, അല്ലേ? ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 3 തരം ആളുകളാണുള്ളത്: വിശ്വാസികൾ, അവിശ്വാസികൾ, അന്ധവിശ്വാസികൾ, അല്ലേ? ഇതിനകത്ത് 3ാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ ശരിക്കും വിശ്വാസികളാണോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം അവരുടെ വിപ്ലവകരമായ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വരുന്നത്. ഞാനൊരു വിശ്വാസിയാണ്, എന്നിരുന്നാലും മറ്റൊരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന അവരുടെ മതേതരമായുള്ള വിശ്വാസങ്ങളെയോ വ്രണപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിൽ മോശമാകുന്ന രീതിയിലോ സംസാരത്തിലാവട്ടെ അല്ലെങ്കിൽ എൻ്റെ കർമ്മം കൊണ്ടാവട്ടെ ഞാൻ താല്പര്യപ്പെടുന്ന ആളല്ല. കാരണം എൻ്റെ വിശ്വാസം എന്നിൽ നിക്ഷിപ്തമാണ് എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ മറ്റുള്ളവരും, അല്ലേ, അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടോ അതങ്ങനെ ആവുന്നില്ല. പല പ്രശ്നങ്ങളുണ്ടാക്കി, കലാപങ്ങളുണ്ടാക്കി, നാടിൻ്റെ ഒരു സമാധാനം കെട്ട് പോകുന്ന രീതിക്ക് അവരങ്ങനെ എടുത്ത് പോവുകയാണ്, അല്ലെ, കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. അപ്പോൾ ഇത് നടക്കുന്നത് ഒരു കർണാടകയിലാണ്. കർണാടകയിൽ ആമി അഫ്രോസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രാജ്യദ്രോഹത്തിൻ്റെ പേരിൽ ജയിലിൽ അകപ്പെടുകയാണ്. പക്ഷേ അവൾ പിന്നിട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അവൾ ചിന്തിച്ച കാര്യങ്ങളോ ഒന്നും അതുപോലെ ആയിരുന്നില്ല. അവളുടെ കൂടെ നിൽക്കുന്നതോ അങ്കിളും ആൻറ്റിയും, അതുപോലെ തന്നെ അവൾക്ക് തീർത്തും അപരിചിതരായിട്ടുള്ള റാഷിദ്, അഖിൽ, അതുപോലെ കിരൺ എന്ന് പറയുന്ന കുറേ സ്റ്റുഡൻസും, പിന്നെ അവളുടെ കൂടെ കുറേ പേരുണ്ട്, ജെറി, സുബ്രഹ്മണ്യം, അതുപോലെ ഒരുപാട് പേരുണ്ട്. പിന്നെ അവൾ ജയിലിൽ അകപ്പെട്ടു പോയപ്പം അവളെ താങ്ങി നിന്നത് അല്ലെങ്കിൽ അവൾക്കിടെ എല്ലാ കാര്യത്തിനും അവളുടെ കൂടെ ഉണ്ടായി. അവളുടെ ഒരു എന്താ പറയുക, മനസ്സിൻ്റെ സൂക്ഷിപ്പുകാരി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ജാനറ്റ്. അപ്പോൾ ഇവരൊന്നും ഒരേ മതത്തിലുള്ള ആളുകളല്ല. എങ്കിൽ പോലും അവിടെ മതമല്ല വന്നത്. അവൾക്ക് സഹായകമായി വന്നിരിക്കുന്ന ആരും തന്നെ അവളുടെ മതത്തിലുള്ള ആളുകൾ എന്ന രീതിയിലല്ല വന്നിരിക്കുന്നത്, അല്ലേ? എല്ലാവരും തന്നെ മാനുഷിക പരിഗണനയും അതുപോലെ സ്നേഹവും എല്ലാമാണ് അതിനേക്കാൾ മുകളിലേക്ക് എടുത്ത് അവളോട് സമീപിച്ചത്. അപ്പോൾ ഇതിനകത്ത് ജാനറ്റിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഒരുപാട് വിഷമിച്ച ഒരു കാര്യമാണ്. ജാനറ്റിൻ്റെ ഒരു കഥയുണ്ട്, ജാനറ്റ് എങ്ങനെ ആ ജയിലിൽ വന്നു എന്നുള്ളതിൻ്റെ. ഒരുപാട് സങ്കടപ്പെടുത്തുന്ന, ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന ഒരു കഥ തന്നെയാണത്. അതുപോലെ തന്നെ സ്ത്രീകളെല്ലാവരും നല്ലവരെന്ന് പറയുന്നതിൽ ഇതിനകത്ത് രത്നാഭായി എന്ന് പറയുന്ന ഒരു ജയിൽ പുള്ളിയുണ്ട്. അവരെത്ര ക്രൂരയാണെന്നുള്ളത് ഇതിനകത്ത് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ അത് ജെൻഡർ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ മതം അനുസരിച്ചിട്ടോ ഒന്നുമല്ല, അല്ലേ? നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ ജന്മഭൂമിയാണ്. ജന്മഭൂമിയെ സ്നേഹിക്കുന്ന ആരും തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കാൻ പോവില്ല. നമ്മളെല്ലാവരും സഹോദരന്മാരാണ് എന്ന് തന്നെ ആശയം നൽകുന്ന ഒരു പുസ്തകമാണിത്.